Hello friends, welcome back to my channel. I am Sanju's Nayar. എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞിരുന്നു യൂട്യൂബ് മോണിറ്റൈസേഷൻ്റെ അപ്ഡേറ്റ്സ് അനൗൺസ് ചെയ്ത അതേ സമയത്ത് തന്നെ അതിൻ്റെ മീറ്റിംഗ് നടന്ന അതേ സമയത്ത് തന്നെ വേറെ കുറേ അപ്ഡേറ്റ്സിനെ കുറിച്ച് അവർ ഡിസൈഡ് ചെയ്തിരുന്നു. ആ അപ്ഡേറ്റ്സിൻ്റെ അനൗൺസ്മെൻറ്റ് ഇന്ന് രാവിലെ നടന്നിരിക്കുകയാണ്. യൂട്യൂബിൻ്റെ ലുക്ക് തന്നെ മാറുന്ന രീതിയിലുള്ള ചേഞ്ചസ് ആണ് അവർ യൂട്യൂബിൽ കൊണ്ടുവരാൻ പോകുന്നത്. യൂട്യൂബ് മൊബൈൽ ആപ്പാണോ അതോ നിങ്ങൾ ലാപ്ടോപ്പിലാണോ യൂസ് ചെയ്യുന്നത് അതോ ഡെസ്ക്ടോപ്പിലാണോ യൂസ് ചെയ്യുന്നത്, എന്തിൽ യൂസ് ചെയ്താലും ശരി അതിൻ്റെ ലുക്ക് തന്നെ മൊത്തത്തിൽ മാറത്തക്ക രീതിയിലുള്ള അപ്ഡേറ്റ്സ് ആണ് അപ്പോൾ അവർ അനൗൺസ് ചെയ്തിരിക്കുന്നത്. അത് ലുക്കിനെ കുറിച്ച് മാത്രമല്ല യൂട്യൂബേഴ്സിനും പബ്ലിക്കിനും എല്ലാവർക്കും വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ആണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓരോരോ അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് പിഞ്ച് ടു സൂം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എങ്ങനെയാണ് യൂട്യൂബിൽ സൂം ചെയ്യുന്നത്, നമ്മളൊരു വീഡിയോ ഇപ്പോൾ യൂട്യൂബിൽ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മളത് ചെയ്യുന്നത്, നമ്മൾ സൂം ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്, നമ്മൾ ഇങ്ങനെ സൂം ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റ അടിക്ക് അത് സൂം ചെയ്ത് ഒരു ഫുൾ സ്ക്രീനായിട്ട് അങ്ങ് നിന്ന് പോവുകയാണ്. പക്ഷേ ഇനി പിഞ്ച് ടു സൂം ഫെസിലിറ്റി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു വീഡിയോ എടുത്തിട്ട് അതിനെ സൂം ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേണ്ടുന്ന രീതിയിൽ അതിൻ്റെ ആക്യുറസിക്ക് അനുസരിച്ച് ആ വീഡിയോയിൽ കാണുന്ന വളരെ ചെറിയ എലമെൻസിനെ പോലും നമുക്ക് കറക്റ്റായിട്ട് വലുതാക്കി കാണത്തക്ക രീതിയിൽ അതിൻ്റെ എല്ലാ ക്വാളിറ്റിയോടും കൂടി കാണത്തക്ക രീതിയിൽ നമുക്കതിനെ സൂം ചെയ്ത് കാണാൻ പറ്റും. അതായത് നമ്മളിങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒറ്റയടിക്ക് സൂം ചെയ്ത് അത് ഫുൾ സ്ക്രീൻ ആവത്തില്ല. അത് പെതുക്കെ സൂം ചെയ്ത് നമ്മളിപ്പോൾ ഈ വീഡിയോ കാണുന്നത് പോലെ ഈ ഇരിക്കുന്ന ഈ ചെറിയ ചെടിച്ചട്ടിയെ പോലും നമുക്ക് വേണ്ടുന്ന അതേ ക്വാളിറ്റി തന്നെ കാണുന്ന അതേ ക്വാളിറ്റി തന്നെ സൂമായി അതിൻ്റേതായ നമുക്ക് വേണ്ടുന്ന രീതിയിൽ നമ്മുടെ മുന്നിൽ അത് കാണാൻ പറ്റും. ഇതാണ് പിഞ്ച് ടു സൂം ഫെസിലിറ്റി ഇപ്പോൾ യൂട്യൂബ് കൊണ്ടുവന്നിരിക്കുന്ന ആദ്യത്തെ ഫെസിലിറ്റി. ഇത് ഓൾമോസ്റ്റ് സിമിലർ ടു ഇൻസ്റ്റാഗ്രാമിലെ ഇമേജസ് എക്സ്പാൻഡ് ചെയ്യുന്നത് പോലെ തന്നെയാണ്. യൂട്യൂബിൽ വന്നിരിക്കുന്ന അടുത്ത ഫെസിലിറ്റിയാണ് പ്രിസൈസ് സീക്കിംഗ്. ഇതിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വെക്കുക. സോ ദാറ്റ് ഞാനിടുന്ന പുതിയ വീഡിയോകളുടെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും, നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. ഓക്കെ, നമുക്ക് തിരിച്ചു വരാം പ്രിസൈസ് സീക്കിങ്ങിലേക്ക്. സാധാരണ നമ്മളൊരു വീഡിയോ കാണുകയാണെങ്കിൽ, യൂട്യൂബിലൊരു വീഡിയോ കാണുകയാണെങ്കിൽ നമുക്കതിനെ ഫോർവേഡ് ചെയ്യുക അല്ലെങ്കിൽ റിവൈൻഡ് ചെയ്യുക ചെയ്യുന്നതിനായിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മളതിനെ ഡ്രാഗ് ചെയ്ത് അല്ലെങ്കിൽ സ്വൈപ്പ് ചെയ്തിട്ട് നമ്മൾ എവിടെയാണോ കൊണ്ടുചെന്ന് വെക്കുന്നത് അവിടെ വെച്ചതിന് ശേഷം അവിടെ നിന്നാണ് നമ്മൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചില സമയത്ത് ഇതിനെ ഡ്രാഗ് ചെയ്ത് നമ്മൾ കൊണ്ടുവയ്ക്കുമ്പോൾ നമുക്ക് എക്സാക്ട്ലി എവിടെ നിന്നാണോ കാണേണ്ടത് അത് ചില സമയത്ത് ഇച്ചിരി അങ്ങോട്ടോ ഇങ്ങോട്ടോ പുറകോട്ടോ മുന്നോട്ടോ മാറിയിരിക്കും. അപ്പോൾ ഈ പ്രിസൈസ് സീക്കിംഗ് ഫെസിലിറ്റി അപ്ഡേറ്റ് ചെയ്യുകയാണെന്നെങ്കിൽ, അപ്ഡേറ്റ് ആയി വരികയാണെങ്കിൽ നമ്മൾ സ്വൈപ്പ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഡ്രാഗ് ചെയ്യുമ്പോഴോ ഒരു റോ ഓഫ് തംബ്നെയിൽസ് അതിൽ കാണിക്കും. അതിൽ നമുക്ക് ഫൈൻ ട്യൂൺ ചെയ്ത് എക്സാക്ട്ലി ഏത് ലൊക്കേഷനിലാണോ നമുക്ക് ആ മൂവി അല്ലെങ്കിൽ ആ വീഡിയോ കാണേണ്ടത് ആ എക്സാക്ട് ലൊക്കേഷനിൽ കൊണ്ടുവച്ച് നമുക്ക് അവിടെ നിന്നും ആ വീഡിയോ കണ്ടു തുടങ്ങാൻ പറ്റും. ഇതാണ് പ്രിസൈസ് സീക്കിംഗ് ഫെസിലിറ്റി യൂട്യൂബ് കൊണ്ടുവരുന്ന പുതിയ അപ്ഡേറ്റ്, രണ്ടാമത്തെ അപ്ഡേറ്റ്. അപ്പോൾ യൂട്യൂബിൻ്റെ മൂന്നാമത്തെ അപ്ഡേറ്റ് ആണ് ആംബിയൻറ്റ് മോഡ്. ആംബിയൻറ്റ് മോഡ് യൂസ് ചെയ്യുന്നത് ഡൈനാമിക് കളർ സാമ്പിളിംഗ് ആണ്. ഇതുകൊണ്ടുള്ള പ്രയോജനം എന്ന് പറഞ്ഞാൽ നമ്മളിടുന്ന വീഡിയോസ്, അതായത് യൂട്യൂബേഴ്സ് ഇടുന്ന വീഡിയോസ് പബ്ലിക് വാച്ച് ചെയ്യുമ്പോൾ ഈ വീഡിയോസിൽ ഉള്ള ഇമേജിൻ്റെ കളറിനനുസരിച്ച് യൂട്യൂബിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളർ സ്ലൈറ്റ്ലി ചേഞ്ച് ആയി ഇതിൻ്റെ രണ്ടിൻ്റെ കളർ മാച്ച് ചെയ്യത്തക്ക രീതിയിൽ നിൽക്കും. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, അപ്പോൾ ഈ വീഡിയോസിൻ്റെ കണ്ടന്റിന് കൂടുതൽ ഫോക്കസ് കിട്ടും. ഈ വീഡിയോസിൻ്റെ കണ്ടന്റ് കൂടുതൽ ഫോക്കസ് കിട്ടുമ്പോൾ ഈ വാച്ച് ചെയ്യുന്ന വ്യൂവേഴ്സിന് കൂടുതലായിട്ട് അവരുടെ കോൺസെൻട്രേഷൻ കൂടുതലായിട്ടും ഈ വീഡിയോയിലേക്ക് മാത്രമായിട്ടിരിക്കും. അപ്പോൾ എല്ലാ കളറും പലതരത്തിലുള്ള കളർ യൂട്യൂബേഴ്സിലിരിക്കുകയും അതിൻ്റെ കൂടെ നമ്മൾ വ്യത്യസ്തമായ കളറിലുള്ള ഒരു വീഡിയോ ഇട്ടും കഴിഞ്ഞാൽ ഒരു മാച്ചും ഇല്ലുമ്പോൾ കോൺസെൻട്രേഷൻ പല സ്ഥലത്തേക്കായിരിക്കും പോകുന്നത്. അപ്പോൾ ആ ഒരു സംഭവം മാറ്റത്തക്ക രീതിയിലും അതുപോലെ കാണുന്ന വ്യൂവേഴ്സിൻ്റെ കണ്ണിന് കൂടുതൽ സ്ട്രെയിൻ കിട്ടാതിരിക്കാനും ഇത് പ്രയോജനം ചെയ്യും. അപ്പോൾ അവർക്ക് തന്നെ രണ്ടിൻ്റെ കളർ മാച്ച് ചെയ്ത് വരുമ്പോൾ കാണാനും വളരെ ഒരു നല്ല രസമായിരിക്കും, നല്ലൊരു കളർഫുൾ അറ്റ്മോസ്ഫിയർ ആയിരിക്കും യൂട്യൂബിൻ്റെ സ്ക്രീനിൽ നിന്നും വ്യൂവേഴ്സിന് കിട്ടാൻ പോകുന്നത്. അപ്പം മൊത്തത്തിൽ ഇനി മുതൽ യൂട്യൂബ് മൊത്തത്തിൽ ചേഞ്ച് ചെയ്യണം, അടിമുടി ചേഞ്ച് ചെയ്യുന്നത് നമ്മൾ പറയുന്ന പോലെ അടിമുടി യൂട്യൂബ് ചേഞ്ച് ചെയ്യണം. ബാക്കിയും കൂടെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രമാത്രം ചേഞ്ചസ് ആണ് യൂട്യൂബ് ഇപ്പോൾ കൊണ്ടുവന്ന് നിൽക്കുന്നത്. മോഡിനോടൊപ്പം തന്നെ വേറൊരു അതിനോട് ചേർന്നുള്ളതാണ് ഡാർക്ക് മോഡ് കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് നേരത്തെ യൂട്യൂബിലുള്ള ഒരു ഫെസിലിറ്റിയാണ് ഡാർക്കർ മോഡ് എന്നുള്ളത്. അതായത് രാത്രിയിലൊക്കെ വീഡിയോസൊക്കെ കാണുമ്പോൾ അതിനനുസരിച്ചുള്ള നൈറ്റ് ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ വൈറ്റിൽ എഴുതി കാണിക്കുന്ന രീതിയിലുള്ള. അപ്പോൾ ഇപ്പോൾ യൂട്യൂബ് അതിനോടൊപ്പം തന്നെ അതിനെയും മാച്ച് ചെയ്തൊക്കെ രീതിയിൽ ഡാർക്ക് മോഡും കൊണ്ടുവന്നിട്ടുണ്ട്.
അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ വളരെയധികം ലിങ്ക്സ് കൊടുക്കാറുണ്ട്. മറ്റ് കമ്പനികളുടെയോ മറ്റ് ആപ്ലിക്കേഷൻസിൻ്റെയൊക്കെ ലിങ്കുകൾ കൊടുക്കാറുണ്ട്. ഈ ലിങ്കുകളൊക്കെ ഇനി മുതൽ ലിങ്കായിട്ടായിരിക്കും കിടക്കുന്നത്. നമ്മൾ ലിങ്ക് കൊടുക്കും, അത് ഒരു ബട്ടണായി മാറിയിരിക്കും യൂട്യൂബിൽ. ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യാനും വ്യൂവേഴ്സിന് വളരെ എളുപ്പമായിരിക്കും. വളരെ കറക്റ്റായിട്ട് ക്ലിക്ക് ചെയ്താൽ അത് ഏത് ലിങ്കിലേക്കാണ് പോകേണ്ടത് അത് കറക്റ്റായിട്ട് ആ ലിങ്കിലേക്ക് പോവുകയും ചെയ്യും. അപ്പോൾ ഇനി മുതൽ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നത് അത് ഒരു ബട്ടണായി മാറിയിരിക്കും. ഇനിയുള്ള ആറാമത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ചേഞ്ചസ് ഇൻ ലൈക്ക്, ഷെയർ, ഡൗൺലോഡ് ആൻഡ് സബ്സ്ക്രൈബ് ബട്ടൺസ്. ലൈക്ക് ബട്ടൺ, ഷെയർ ബട്ടൺ, ഡൗൺലോഡ് ബട്ടൺ, അതുപോലെ സബ്സ്ക്രൈബർ ബട്ടൺ, ഇതിലെല്ലാം ചേഞ്ച് വരികയാൻ പോവുകയാണ്. ഇതിൻ്റെ എല്ലാം ഡിസൈനിൽ, ഇതിൻ്റെ എല്ലാം കളറിൽ ചേഞ്ച് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്കും അറിയാമായിരിക്കും, ഇതിന് മുമ്പ് സബ്സ്ക്രൈബർ ബട്ടൻ്റെ കളറ് എനിക്ക് തോന്നുന്നത് യെല്ലോ ആയിരുന്നെന്നാണ് തോന്നുന്നത് കുറേ വർഷങ്ങൾക്ക് മുമ്പ്. അതിന് ശേഷമാണ് റെഡായി മാറിയത്. ഇനി ഈ റെഡിൽ നിന്നും മാറി മറ്റെന്തോ ഒരു കളറാക്കി മാറ്റുമെന്നാണ് പറയുന്നത്. എന്തുമായാലും അത് കംപ്ലീറ്റ് ആയിട്ട് മാറിക്കഴിയുമ്പോൾ ഈ എല്ലാ ബട്ടൺസും, ലൈക്കും ഷെയറും ഡൗൺലോഡും സബ്സ്ക്രൈബർ ബട്ടണും എല്ലാം ചേഞ്ച് ചെയ്ത് അതിൻ്റെ കളറും അതിൻ്റെ ഡിസൈനും ഷേപ്പും എല്ലാം കൂടെ മാറിക്കഴിയുമ്പോൾ യൂട്യൂബ് കാണാൻ മൊത്തത്തിൽ ഒരു പുതിയ ലുക്കിലായിരിക്കും യൂട്യൂബ് വരുന്നത്. അത് മൊബൈൽ ആപ്ലിക്കേഷനിലായാലും ലാപ്ടോപ്പിലായാലും ഡെസ്ക്ടോപ്പിലായാലും ഏതിലായാലും മൊത്തത്തിൽ നല്ല ഒരു ലുക്കിലായിരിക്കും യൂട്യൂബ് വരാൻ പോകുന്നത്. അത് നമുക്കും ഒരു ഇൻസ്പിറേഷനായിട്ട് മാറട്ടെ, യൂട്യൂബേഴ്സിനും ഒരു ഇൻസ്പിറേഷനായി മാറട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഏറ്റവും അവസാനത്തെ ലാസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഹാഷ്ടാഗ്സ്. നമ്മൾ കൊടുക്കുന്ന ഹാഷ്ടാഗ്സിൻ്റെ കളർ ചേഞ്ച് ആവാൻ പോവാണ്. നമ്മൾ സാധാരണ എന്നല്ല എല്ലാവരും കൊടുക്കാറുണ്ട്. ചിലർ ടൈറ്റിൽസിൽ മാത്രം കൊടുക്കാറുണ്ട്, ചിലർ ഡിസ്ക്രിപ്ഷനിൽ മാത്രം കൊടുക്കാറുണ്ട്, ചിലർ രണ്ടിടത്തും കൊടുക്കാറുണ്ട്. എനിവേ, നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്ന ഹാഷ്ടാഗ്സ് ആണ് സാധാരണ വീഡിയോയുടെ കൂടെ വരുന്നത്. വീഡിയോയുടെ അടിയിലായിട്ട് ഹാഷ്ടാഗ് എന്ന് പറയുന്നത് 3 ഹാഷ്ടാഗ്സ് കാണിക്കുന്നത്. ഇതിൻ്റെ കളർ സാധാരണ ബ്ലൂയിലാണ് വരാറുള്ളത്. പക്ഷേ അത് ചേഞ്ച് ആവാൻ പോവാണ്. ബ്ലൂ കളർ മാറി വൈറ്റ് കളർ ആകുമ്പോൾ അവർ അത് കളറും സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. വൈറ്റ് കളർ ആകാൻ പോവുകയാണെന്നാണ് യൂട്യൂബ് പറയുന്നത്. സബ്സ്ക്രൈബർ ബട്ടൺ ഏത് കളറിലാകാൻ പോകുന്നു എന്ന് അവർ പറഞ്ഞിട്ടില്ല. പക്ഷേ ഹാഷ്ടാഗ് അവർ ബ്ലൂവിൽ നിന്നും വൈറ്റിലേക്കാണ് മാറാൻ പോകുന്നതെന്ന് അവർ പറയുന്നുണ്ട്. ഇതെല്ലാം ന്യൂസിൽ വന്ന കാര്യങ്ങളാണ്, ഒരു US ജേർണലിൽ വന്ന കാര്യങ്ങളാണ്. US ജേർണലിൻ്റെ കോപ്പി എനിക്കുണ്ട്, അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾക്കും അത് വാച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ യൂട്യൂബിൻ്റെ വളരെയധികം അപ്ഡേറ്റ്സിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. യൂട്യൂബ് മൊത്തത്തിൽ മാറാൻ പോവാണ്. കുറച്ച് മുമ്പ് പറഞ്ഞതുപോലെ അടിമുടി മാറാൻ പോവാണ്. നമുക്കും കാത്തിരിക്കാം എപ്പോഴാണിത് അപ്ഡേറ്റ് ആയി വരുന്നതെന്നുള്ളത്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രമാത്രം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.